വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ എയർ ഗെയിമർ ഗൈസ്. നമ്മൾ പിന്നെ വന്നിരിക്കുന്നത് നമ്മൾ പാർട്ട് 3 വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഞാനിന്നിപ്പോൾ പോകണം. ഞാൻ ഷിബുവിനൊന്ന് വിളിച്ചു നോക്കിട്ട് ഇവിടെ എവിടെയാണ് ലൊക്കേഷൻ എന്ന് അറിഞ്ഞൂടല്ലോ. ബൈക്ക് ഡ്രൈവിംഗ് സിറ്റിയിൽ ലൊക്കേഷനല്ലേ അവൻ പറഞ്ഞത്, പക്ഷേ ഇവിടുത്തെ ലൊക്കേഷൻ എവിടെ നിന്നാണ് എനിക്കറിഞ്ഞൂടാ. അപ്പോൾ അതൊന്ന് അവനൊന്ന് വിളിച്ച് ചോദിക്കണം. അതൊന്ന് നമുക്ക് ചോദിക്കാം. എനിക്ക് ഫോൺ എടുക്കട്ടെ. എനിക്ക് ഹലോടാ, എന്നടാ എടാ ഷിബുവേ, നീ അന്ന് ബൈക്ക് ഡ്രൈവിംഗ് സിറ്റിയിൽ ഇതൊന്നല്ലേ പറഞ്ഞത്? ഓ, പക്ഷെ നമ്മുടെ ഓറ സിറ്റിയിൽ എവിടെയെന്ന് പറഞ്ഞില്ല. ഓ അതോ, ഞാൻ മറന്നുപോയി. അത് ഞാൻ ഇപ്പം കണ്ടുപിടിച്ചിട്ട് നിന്നെ വിളിക്കാമേ. ഓക്കെ ഗൈസ്, അത് കണ്ടുപിടിച്ചിട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് ഇപ്പോൾ വിളിക്കുമ്പോൾ എന്തോ ഇപ്പോൾ വിളിച്ചാൽ വരുന്നു. അതാ അവൻ വിളിക്കുന്നു. ഹലോടാ, അവിടെ ലൊക്കേഷൻ കണ്ടുപിടിച്ച് നമ്മുടെ ഇവിടെയാണ്, നമ്മുടെ ഫാക്ടറിയിലാണ്. അയ്യോ, ഇത്രയും ദൂരം ഉണ്ടോ? ഓടാ, പിന്നെ നമ്മളെന്തിന് കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് കണ്ടുപിടിക്കണ്ടേ. ഓടാ ഓടാ ഗൈസ്, ഇവിടെ നമ്മുടെ ഫാക്ടറിയിലാണെന്നാണ് പറഞ്ഞത്. ഫാക്ടറിയിലായിരുന്നു മതിയായിരുന്നു. അതെ, നമുക്ക് നേരെ നമ്മളെ ഫാക്ടറിയിലോട്ട് വേണം. ഇങ്ങോട്ടാണ് നമ്മുടെ ഫാക്ടറിയിലോട്ട് സ്ഥലം. ഇപ്പോൾ വന്നിരിക്കുകയാണ്. കുറേ നാൾ ഞാൻ വീഡിയോ എടുത്തിട്ട് അപ്പോൾ വണ്ടി ഓടിക്കേണ്ടതൊക്കെ മറന്നുപോയി. മച്ചി ചേട്ടൻ ഇതെന്തിരി കാണിക്കുന്നത്? ചേട്ടൻ്റെ ചേട്ടൻ തന്നെ. ഞാൻ ചേട്ടൻ നിൻ്റെ ചേട്ടൻ ഇല്ലടാ. അതല്ലേ ഇങ്ങനത്തെ ഓടിക്കപ്പോൾ എന്തിന്? അതൊക്കെ ചേട്ടൻ്റെ ഒരു പ്രോ ഓടിക്കപ്പോല്ലടാ. ക്ഷമ ഈ ഇപ്പം ലോറി കൊണ്ടുപോയി ഇടിച്ചാനെ. ലോറി ഇടിച്ചിട്ട് വേണ്ടി ഇടിക്കാനെന്ന് പറയാൻ. എന്തിന് സാനാൻഡ്രേസിലെ സീജയുടെ ഡയലോഗ് പറയാനും സമ്മതിക്കത്തില്ലേ? അത് ഞാൻ സാധനത്തില്ല ഡയലോഗ് പറഞ്ഞ. ഇത് പറ. നീ വേണ എന്താടാ നീ ഇങ്ങനെ പറയുന്നത്? ഇതെന്തിരി അണ്ണനെ കൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞ അണ്ണനെന്താ? ഒന്നുമില്ല, അണ്ണൻ്റെ അടുത്തൊന്നും പറയാമെന്നില്ല. അമ്മാക്കി ഇതാ തീടി ചെയ്ത് ഈ അണ്ണനെ കൊണ്ട്. അണ്ണാ നോക്കി ഓടിക്കിട്ടിരി. ഞാൻ നോക്കി ഓടിക്കില്ലേ. ഇവിടെ എന്തേലും ഒരു ആരും സംസാരിക്കുന്നതാണ് പോലെ തോന്നുന്നല്ലേ. നിൽക്കുക, നമുക്ക് ഈ ഇവിടെ കയറിയിട്ടൊന്ന് നോക്കാം. നമ്മൾ സ്നൈപ്പറൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നോക്കാം. ശരിക്കും കാണാൻ പറ്റുന്നില്ലല്ലേ ഇതെവിടെയാണെന്ന്. നമുക്ക് താഴെ ഇറങ്ങി തന്നെ നോക്കേണ്ടത് വരും. നമുക്ക് താഴെ ഇറങ്ങി നോക്കാം. ഇവിടെ കയറാൻ പറ്റുമോ? ഇല്ല. അപ്പം നമുക്ക് അങ്ങോട്ട് പോയി തന്നെ നോക്കാം എന്താ കാണുന്നേന്ന്. ഇതെന്തിരിത്? ഓരോ ഒന്നല്ലോ വോയിസ്. ആരാടാ നീ? സത്യം പറഞ്ഞു. അത് പറയാൻ മനസ്സില്ലെങ്കിലോ. ഇത് RPG ആടാ, RPG. ചത്ത് ഗൈസ്. ചേട്ടാ ഒന്നും ചെയ്യില്ല. ഞാൻ ഈ ജാക്കെന്ന് പറഞ്ഞ ആളുടെ വീട്ടിൽ മോഷ്ടിക്കാനും ബോംബ് വയ്ക്കാനും. ചേട്ടാ ആരത്തും പറയില്ല, പ്ലീസ്. അവിടെ പൊട്ടാ നിനക്ക്. ബൈക്ക് ഡ്രൈവിംഗ് സിറ്റിന്ന് തന്നെയാണോ? യെസ്, ബൈക്ക് ഡ്രൈവിംഗ് സിറ്റിന്ന് വന്ന. യെസ്, പിന്നെ വേറൊരു കാര്യം, ഞാനാണ് ജാക്ക്. പട്ട ഷോട്ട് ഗൈസ്. അപ്പം നമ്മളിത് നല്ലപോലെ പുളുത്തി വന്നിട്ടുണ്ട്. കാരണം എന്തിടെന്ന് വെച്ചാൽ ഞാൻ RPG വിടാന്നിരുത്ത് ഞാൻ വിട്ടതും എൻ്റെ പുറത്തോട്ടായി പോയ ബുള്ളറ്റ് രണ്ടുപേരും കഥം കുത. അത് കഴിഞ്ഞിട്ട് എന്തിനു ചെയ്ത് അവനെ തൂക്കിയെടുത്തു, എന്നെ തൂക്കിയെടുത്ത് ആശുപത്രി കൊണ്ട്. ഫയറിൻ്റെ എൻജിൻ വന്ന് അവിടെ ഫുൾ കത്തി പിടിച്ച് പോലീസ് വന്ന് ആംബുലൻസും വന്ന് എല്ലാവരും വന്ന് അവസാനം എന്നെ തൂക്കിയെടുത്ത് ആശുപത്രി കൊണ്ടുപോകേണ്ട അവസ്ഥയായി. അണ്ണാ കുറവണ്ട. പിന്നെ കുറവുണ്ടടാ രാജു. ഓക്കെ ഗൈസ്, നമുക്ക് ഒന്നും കൂടി ഒന്ന് പോയി ഷിബുവിൻ്റെ അടുത്ത് ലൊക്കേഷൻ പറഞ്ഞു നോക്കാം. അവൻ മറ്റേ ആ കള്ളൻ എന്തിന് ഏതെന്നാ പറഞ്ഞാൽ വന്ന് കള്ളൻ ആശുപത്രിയിൽ നിന്ന് പോയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഷിബുവിൻ്റെ അടുത്തൊന്ന് വിളിച്ചു നോക്കാം. എടാ ഷിബുനി. എന്താടാ ചാക്കേ? എടാ നീ ഒന്നും കൂടെ ബൈക്ക് ഡ്രൈവിംഗ് സിറ്റിയിൽ നിന്ന് കള്ളൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ചാലോ? എന്തിനാടാ?
അത് കാരണം എന്തെങ്കിലും നടന്നെന്ന് വെച്ചാൽ ഓക്കേടാ ഓക്കേടാ ഓക്കെ ഓക്കെ താങ്ക് യു കേട്ടാ. നമ്മൾ ചെയ്യുന്നതല്ലേ. താങ്ക് യു. അപ്പോൾ അവൻ എന്തിനെന്ന് പറഞ്ഞാൽ നമ്മുടെ സിറ്റി ഹോസ്പിറ്റലിലാണ് ഈ ലൊക്കേഷനൊക്കെ വന്നേക്കുന്നത്. എടാ രാജു നീ വരുന്നില്ലേ? ഇല്ല ചേട്ടാ, എനിക്ക് വല്ല കേസ് കൊടുക്കാൻ വയ്യ. അവൻ കൈ കഴിഞ്ഞു. കേസിന് നമുക്ക് നമ്മുടെ പണി നോക്കി പോവാം. പണിയല്ലേ ലൊക്കേഷൻ ട്രാക്കിങ് കണ്ടുപിടിച്ചുകൊണ്ടങ്ങ് പോവുക. എന്തായാലും അവനെ കൊന്നിട്ടേ ബാക്കി കാര്യമുള്ളൂ. അതാണ് അല്ലേ. ഞാൻ ഈ വഴി തന്നെ വിചാരിച്ച് വഴി തീർന്നു പോയാന്ന് വെച്ചാൽ അങ്ങനെയല്ല പറഞ്ഞ വഴി തെറ്റിപ്പോയാന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇല്ല, വഴി തെറ്റിയിട്ടൊന്നുമില്ല. ഇവിടെ തന്നെ നമുക്ക് ബൈക്ക് ഇവിടെ ചെയ്യാം. അല്ല ചെയ്യാന്നല്ലേ, പാർക്ക് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കയറാം. ഇവിടെടാ അവൻ്റെ വല്ല കൈ കിട്ടെ ഞാൻ നെരുകൂല RPG ഒരെണ്ണം കൊടുക്കും. നേരത്തെ കൊടുക്കാനും പറ്റിയില്ല. ചേട്ടാ ഒന്നും ചെയ്യല്ലേ പ്ലീസ്. ചേട്ടാ ഒന്നും ചെയ്യല്ലേ ചേട്ടാ. ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ ഒരു കാര്യം പറയാണ്. നീ എന്തിനാണ് എൻ്റെ കാര്യങ്ങൾ മോഷ്ടിച്ചിട്ട് എൻ്റെ വീട് ചെയ്യാൻ നോക്കിയത്? ചേട്ടാ റിവെഞ്ചിനാണ്. എന്തൊരു റിവെഞ്ച്? ഡൽഹിൻ സിറ്റിയിൽ ഒരു ഗുണ്ട വന്നിട്ട് എൻ്റെ വീട്ടിലെ സാധനങ്ങൾ മോഷ്ടിച്ചിട്ട് എൻ്റെ വീട് ബോംബ് വെച്ചകത്ത്. അതിന് എൻ്റെ വീട്ടിൽ വന്നിട്ട് നീ എന്തിനാ കാണിക്കുന്നത്? എന്നാ പഠിച്ച പട്ടസട ഷോട്ട്. ഗായ്സ് അങ്ങനെയാണ് നമ്മളവനെ കൊന്നിരിക്കുന്നത്. അവന് റിവെഞ്ച് എടുക്കണമെങ്കിൽ വേറെ ആരെങ്കിലും വീട്ടിലെടുത്താൽ പോലെ. എൻ്റെ വീട്ടിലൊന്നും അല്ല, വേറെ ആരുടെ വീട്ടിൽ ഇത് ചെയ്തുകൂടാ. പക്ഷേ എന്തിനാ അങ്ങനെ റിവെഞ്ച് എടുക്കാൻ പോയാൽ? വല്ല പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്താൽ പോരെ. അതിന് പകരം ഇവ എന്തിനാണ് ഇങ്ങനെ ചെയ്യാൻ പോയത് എനിക്ക് തന്നെ അറിഞ്ഞൂടെ. ഗൈസ് നമുക്ക് സ്ലോ മോഷനിൽ ഒരു വീഡിയോ ഇട്ടേക്കാം, ഒരു BGM ഇട്ട് കാച്ചേക്കാം. On a spree, you just set me free. VIP walking easily, with so casually. No PG, locked in Italy, that's a guarantee. Talk to me, numbers never lie. Add it up, that's me. നമ്മുടെ വീട്ടിലെത്താറായി. നമ്മൾ ഈ വന്ന് ബൈക്ക് പിന്നെ ഇടിക്കാതൊന്ന് പോയിരുന്നാൽ മതി എന്ന് പറഞ്ഞാലും ഇടിച്ചട്ടേ ഇത് പോവുള്ളൂ. അതുകൊണ്ട് നമുക്കകത്ത് കയറി പോവാം, ഒന്ന് കുളിക്കേ ചെയ്യാം. ഗൈസ് ഇനി നമുക്ക് അകത്തേറിപ്പോയി കുളിക്കാം. അല്ല അകത്തേറി പോയാൽ എന്ന് വയ്ക്കാൻ ഞാൻ ഉടുപ്പ് മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാം. അയ്യോ ഗൈസ്, ഇനി നമുക്ക് ഒന്ന് വേഗം പോയി നമ്മുടെ ഡ്രസ്സ് മാറ്റാം ഗൈസ്. അപ്പം നമ്മളിത് ഈ ഡ്രസ്സ് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് നേരെ പോയി നമ്മൾ തണുത്ത സ്വിമ്മിംഗ് പൂളിൽ കിടന്ന് വെള്ളത്തിൽ പോയി കുളിക്കാം. സുഖമായിരിക്കും. നമുക്ക് മോളിൽ പോയിരുന്നിട്ട് ചാടി വരായിരുന്നു. നമുക്ക് നല്ല എഫക്റ്റ് കിട്ടിയ നല്ല തണുപ്പുണ്ട് ഗൈസ്. നിങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചിട്ടുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്തോ കേട്ടോ. നല്ല രസമുണ്ട് ഇങ്ങനെ കുളിക്കാൻ. ഈ രസം എവിടെ നിന്ന് കടം കൊടുത്ത് മേടിച്ചാലും കിട്ടത്തില്ല. അങ്ങനത്തെ രസമാണ് ഗൈസ് ഈ രസം. രസം സംഭവമില്ല, ഞാൻ പറഞ്ഞ ഒരു ഇത് അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒന്നുമില്ല. നമുക്ക് കുറച്ച് നേരം കിടന്ന് കുളിക്കാം. എന്താ സുഖം. ഇത്ര മതിയല്ലേ, നമുക്ക് കയറാം ഗൈസ്. അല്ലെങ്കിൽ പനി പിടിക്കും പിന്നെ. ഗൈസ് നമുക്ക് നേരെ പോയി ഒന്ന് കിടന്നുറങ്ങാം. അങ്ങനെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമ്മൾ കിടന്നുറങ്ങാൻ പോവുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.